ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരാണിവർ. അവർ അല്പസമയം മുമ്പ് 24മായി സംസാരിച്ചു. ശ്രമകരമായ ദൗത്യമാണ്, പരമാവധി ശ്രമിക്കും എന്നാണ് ഈശ്വർ മൽപ്പെ 24നോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. ഷിരൂരിൽ രക്ഷാദൗത്യത്തിന് പ്രാദേശികമായും ഇവിടെയുള്ള മറ്റ് മുങ്ങൽ വിദഗ്ധരെയും മത്സ്യത്തൊഴിലാളികളുടെ ഉൾപ്പെടെ സഹായം ജില്ലാ ഭരണകൂടം തേടിയിരുന്നു. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ഒരു അത്തരത്തിലൊരു റെസ്ക്യൂ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള കർണാടകയിലെ തന്നെ പ്രമുഖനായിട്ടുള്ളൊരു മുങ്ങൽ വിദഗ്ധനാണ്, റെസ്ക്യൂ ഡൈവറാണ്. ഈശ്വർ മൽപ്പെ ആണ് എൻ്റെ ഒപ്പം ചേരുന്നത്. ഇപ്പോൾ ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഇതാണ്, അടിയൊഴുക്ക്, ഗംഗാവലി, മഡ് ഓൾസോ ദർ. എങ്ങനെയാണ് നിങ്ങൾ ഒരു പ്ലാൻ? ഇപ്പോൾ നമ്മൾ ടീമിൽ ഒരു എട്ട് പേരുണ്ട്. ഒരു 2-3 പേര് സ്കൂബ ഡൈവറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ SP പിന്നെ DSP അവർ കൂപ്പിട്ട് ഇവിടെ ഇന്ന വണ്ടി 11 ദിവസമായി കിട്ടിയില്ലെന്ന്. പിന്നെ ആൾ ഉള്ളുണ്ട്, പിന്നെ 3 പേര് സ്ഥലീയരുണ്ട്, അവർ കിട്ടിയില്ലെന്ന്. അപ്പം നമ്മൾ ഫോണാക്കി നമ്മൾ കുശലനഗർ മടിക്കേറിലിരുന്ന് അവിടെ ഒരു ബോഡി ട്രേസിന് പോയിട്ടുണ്ട് ഈ ടീം. അപ്പോൾ അത് എടുത്തിട്ട് പിന്നെ നൈറ്റ് ഇങ്ങനെ വന്ന് കാലിൽ ഇപ്പോൾ വന്ന് ഇറങ്ങി ഇവിടെ வந்து கங்கவழி இது தண்ணி பயங்கர ஸ்பீடில் இருக்குது. கரண்ட்டு ஒரு 60-70 ஸ்பீடில் ஒரு வண்டி எங்கே போகும் அதே ஸ்பீடில் ஒரு தண்ணி அது அத்தனை ஸ்பீடு ஒன்று கீழே வேலை பண்ணுறது நம்மள ஒருவோட புத்திமுட்டு என்ன പറഞ്ഞാൽ கீழே ஒரு கம்பி അത് എന്നെല്ലാം കിട്ടണം അത് ഞങ്ങൾ പർസൻ ചാനൽ നോക്കണം. പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കണമല്ല, കയ്യിൽ ഒരു എന്നെ ഇട്ടിട്ട് നോക്കണം. എന്നെങ്കിലും കമ്പിയെല്ലാം കുത്തുമല്ല, അതിനെ ഞങ്ങൾ ഹാങ്കർ ഇട്ടിട്ട് കീഴെ 3 ഹാങ്കർ ഇട്ടിട്ട് പിന്നെ കീഴെ പോയിട്ട് ചളിയെല്ലാം ഇത് മഡ്ഡി இருக்குതല്ല അതിൽ ഒരു നീലാജല എന്ന് നമ്മൾ പറഞ്ഞ് കഷ്ടത്തിൽ നോക്കണം. ഞങ്ങൾ കണ്ണ് കാണാൻ വയ്യ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിന് പർസ ചാനലിൽ മുട്ടി എന്നു നോക്കിയിട്ട് തേടുന്നു. അപ്പോൾ ഒന്നുകൂടെ അവിടെ വണ്ടി കിട്ടി. അപ്പോൾ വണ്ടി അടുത്ത വേറെ അടുത്തുള്ള സാവടിച്ച് അവരുടെ ബോഡി കിട്ടി എന്നെങ്കിലും പറവില്ല. അത് എടുത്തിട്ട് ഞങ്ങൾ നമ്മളെ വേലുണ്ട് അതിന് ಖಂಡಿತವಾಗಿ ആക്കും. ഇവിടെ കളക്ടറും SP ഒക്കെ ആവശ്യപ്പെട്ടിട്ടാണ് കൂപ്പിട്ടിട്ടുണ്ട് അവർ. എങ്ങനെയാണ്, പ്രതീക്ഷയുണ്ടോ നിങ്ങൾ ഒരു പുഴയുടെ ഒരു ഗതിയൊക്കെ? ഇപ്പോൾ നോക്കുമ്പോൾ അത് ആൾക്കാരിൽ കേട്ടത് കീഴെ ഒരു 40 അടി 50 അടി ഉണ്ട്, ചിലയിടത്തിൽ ഒരു 10 അടി 20 അടി ഉണ്ട്. ഞങ്ങൾ നീരിൻ്റെ പ്രഷർ കറണ്ട് ദേശീയുണ്ട്. അപ്പോൾ സമയത്ത് നമ്മൾ ഒരു 3 ഹാങ്കർ ഇട്ടിട്ട് കീഴെ പോയിട്ട് കീഴെ തേടിക്കൊണ്ട് ബോഡി ഉണ്ട് അല്ല വണ്ടി ഉണ്ട് നോക്കാൻ ഞങ്ങൾ ഒരു നോക്കും. അത് നിങ്ങൾ അങ്ങനെ ഒരു സെർച്ചിങ് നടത്തും ആദ്യം? നോക്കും. ഇപ്പോൾ അതിനുശേഷം നിങ്ങൾ ഡൈവ് ആക്കും. ഫസ്റ്റ് നീരിന് പ്രഷർ എവിടെ ഉണ്ട് നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ ആക്കും. ചളിയുണ്ട്, ഒത്തിരി ചളിയുണ്ട്. എപ്പോഴും പറഞ്ഞാൽ ഇപ്പം മഴ ജാസ്തിയല്ല, അത് മണ്ണ് കൂട്ടത്തിൽ കീഴെ പിന്നെ ആ മണ്ണ് ലൂസായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കെയർഫുള്ളായിട്ട് വേലാക്കും. ഇപ്പോൾ എത്രത്തോളം ദുഷ്കരമാണ് ദൗത്യം എന്നുള്ളത് വിശദീകരിക്കുകയായിരുന്നു ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം. അതിൽ ഈശ്വർ മൽപ്പയാണ് 24നോട് സംസാരിച്ചത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അടിയൊഴുക്ക് ശക്തമാണ്, പക്ഷേ ഇത്തരം ദൗത്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് പരിചയമുണ്ട്. എങ്ങനെയാണ് പ്ലാൻ എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. 3 ബോട്ടുകളിൽ നങ്കൂരമിട്ടുള്ള പരിശോധന, കമ്പി പുഴയുടെ അടിയിലിട്ടുകൊണ്ടുള്ള പരിശോധിക്കും. അപ്പോൾ വണ്ടിയുണ്ടോ അല്ലെങ്കിൽ അർജുനവടി ഉണ്ടോ എന്നൊക്കെയുള്ളതിലുള്ള പരിശോധനയാണ് ആദ്യം നടത്തുക. അതിനുശേഷമാകും സ്കൂബ ഡൈവേഴ്സ് അവിടെ ഇറങ്ങുക. അടിയൊഴുക്ക് പ്രശ്നമല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം കാഴ്ച പരിമിതി, വെള്ളം കലങ്ങി ഒഴുകുന്ന ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ഒരു ശുഭപ്രതീക്ഷ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ നടക്കുന്ന പരിശോധനകൾ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. അത് മണ്ണ് നീക്കിയുള്ള പരിശോധന, നാവിക സംഘം പുഴയിലുള്ള തെരച്ചിൽ നടത്തുന്നു, ഇതെല്ലാമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെയാണ് സ്കൂബ ഡൈവേഴ്സ്, മത്സ്യത്തൊഴിലാളികളൊക്കെ എത്തിയിട്ടുള്ളത്.